ജനകീയം. ചുറ്റിലും കാണപ്പെടുന്ന കല്ലുകൾ പാഴ്വസ്തുക്കളാകണമെന്നില്ല. ചിലപ്പോഴെല്ലാം കാലപ്പഴക്കം കണ്ടെത്താനുള്ള നിർണായകമായ അവശേഷിപ്പുകളായിരിക്കാം അവയൊക്കെ. അഖിൽ രാജിന്റെ വിശേഷങ്ങൾ ഇന്ന് തുടർന്ന് കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ ഉത്തരേന്ത്യയെ താരതമ്യം ചെയ്യുമ്പോൾ ഇതുപോലെ പഴയ കോട്ടകൾ ഒന്നും അത്ര ധാരാളമായിട്ട് ഇല്ലാത്തൊരു സ്ഥലമാണ് നമ്മുടെ കേരളം. കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ അഖിലിന്റെ ഈ പരിവേഷണം എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ, ചില ശില്പങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ ഈ മട്ടന്നൂരും പരിസര പ്രദേശങ്ങളിലും. സാറ് ചോദിച്ചതൊരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളോളം സംസാരിക്കേണ്ടി വരും. അത്രമാത്രം പ്രത്യേകത ഈ മട്ടന്നൂരിനുണ്ട്. നമ്മുടെ ഈ മഹാരാഷ്ട്രയിലുള്ള ഔറംഗാബാദിലെ അജന്ത കേവ്സ് നോക്കുകയാണെങ്കിൽ അത് ശരിക്ക് BC 2ാം നൂറ്റാണ്ട് മുതൽ AD 4ാം നൂറ്റാണ്ട് കാലത്തിനുള്ളിൽ പണിതാണ്. അതില് ജൈൻ ഗുഹകളുണ്ട്, ഹിന്ദു ഗുഹകളുണ്ട്, ബുദ്ധിസ്റ്റ് ഉണ്ട്. ഹിന്ദു ഗുഹ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബുദ്ധിസ്റ്റ് ജൈൻസ് ആണ് കൂടുതൽ. പക്ഷേ നേരെ മറിച്ച് എല്ലോറയിലേക്ക് വരുമ്പോൾ അത് ശൈവാരാധനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മോണോലിത്തിക്, അതായത് സിംഗിൾ സ്റ്റോണിൽ ചെയ്ത വലിയ ക്ഷേത്രങ്ങളൊക്കെ കിടക്കുന്ന ഒരു വലിയ സമുച്ചയം. അതെ. അത്രയും പഴക്കമുള്ള സ്ഥലത്ത് കാണുന്ന ചുവർ ചിത്രം അതേ പ്രാധാന്യത്തോടുകൂടി മട്ടന്നൂരിലുണ്ട്. ഒരുപക്ഷെ അജന്ത എന്ന് പറയുന്നത് ഇന്ന് ലോക പ്രശസ്തമായിട്ട് നിൽക്കുന്നതാണെങ്കിലും ഈ മട്ടന്നൂരിലുള്ള ഒരു കുഗ്രാമമായിട്ടുള്ള പരിയാരം എന്ന് പറയുന്ന ചെറിയൊരു നഗരത്തിൽ, അന്നത് നഗരമാണ്, ഇന്നത് ഗ്രാമമാണ്, ആ വ്യത്യാസമേ ഉള്ളൂ. നഗരസഭയിലാണെങ്കിലും കൂടി അതിന്റെ ഗ്രാമ്യമുഖം മാറിയിട്ടില്ല. ഇല്ല, തീർച്ചയായിട്ടും നിഷ്കളങ്കരായിട്ടുള്ള ഒരു പറ്റം ജനങ്ങളുടെ ഇടയിൽ സുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രം, അവിടെയും ഈ മ്യൂറൽ റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് എത്തിപ്പെടുന്നത്. അവിടെ ആദ്യം 2012 ഞാൻ അവിടെ എത്തുന്നത്. 2011 അവസാന സമയത്ത് അവിടെ എത്തിയപ്പോൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായത് ഇത് അജന്ത കേവ്സിലെ പെയിന്റിങ്സ് തന്നെയാണ്. വജ്രപാണി, പത്മപാണി എന്ന് പറയുന്ന ലോകപ്രശസ്തമായിട്ടുള്ള പെയിന്റിങ്സിന്റെ അതിനോട് കടപിടിക്കുന്ന ശൈലിയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതേ ശൈലി, അതേ ഭാവത്തിൽ, അതേ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി വെച്ച് ചെയ്ത പെയിന്റിങ്സ് ഈ കുഗ്രാമത്തിലെ മഹാക്ഷേത്രത്തിൽ കാണാൻ കഴിഞ്ഞു. അതിലൊരു 90% ഇപ്പൊ നശിച്ചു എന്ന് പറയാം. വാര്യർ സാർ, അതുപോലെ ആർക്കിയോളജിക്കൽ സർവേയുടെ മുഹമ്മദ് സാറൊക്കെ. അതെ, തീർച്ചയായിട്ടും. അതെ, അവിടെ വാര്യർ സാറ്, ഞാൻ ഈ പെയിന്റിങ്സിനെ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ട് അതിനെ ഡോക്യുമെന്റ് ചെയ്തതിനു ശേഷമാണ് വാര്യർ സാറ് ചിത്രലക്ഷണം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയത് വായിക്കാനിടയായത്. അദ്ദേഹം 98 തന്നെ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അന്ന് ഡോക്യുമെന്റ് ചെയ്ത ഫോട്ടോഗ്രാഫ്സും പിന്നീട് കാണാൻ കഴിഞ്ഞു. ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെയില്ല. പക്ഷെ അദ്ദേഹം അന്ന് അദ്ദേഹത്തിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഇത് രേഖപ്പെടുത്തുകയും ഇവിടുത്തെ ചിത്രങ്ങൾ അജന്ത ചിത്രങ്ങൾ തന്നെയാണ്, കേരളീയ ചുവർ ചിത്ര കലാചരിത്രം തന്നെ മാറ്റി എഴുതാൻ തക്കതായിട്ടുള്ള കെൽപ്പുള്ള ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ഷേത്രമാണ് ഈ മട്ടന്നൂരെ പരിയാരം സുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് അദ്ദേഹം ആധികാരികമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മളത് തിരിച്ചറിഞ്ഞില്ല. ഈ ചുവർ ചിത്രങ്ങൾക്കൊപ്പം തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഐക്കണോഗ്രഫിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും എനിക്ക് ആശ്ചര്യം ഉണ്ടായിട്ടുള്ളതാണ്. ചുവർ ചിത്രങ്ങൾ, അവിടെയുള്ള പക്ഷിമാല, ഭൂതമാല, പിന്നെ അവിടെയുള്ള ക്ഷേത്രത്തിന്റെ നിർമ്മിതിയിലുള്ള ചില പ്രത്യേകതകൾ വെച്ചിട്ട് ചോള ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ഉറപ്പിച്ചിരുന്നു. ഇപ്പൊ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ചോള ശൈലിയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ തമിഴ്നാട്ടിലുള്ള തഞ്ചാവൂർ, അവിടെയുള്ള വലിയ മഹാക്ഷേത്രത്തിൽ ഇതേപോലെ പെയിന്റിങ്സ് ഉണ്ട്, ഒരേ ശൈലിയിൽ ചെയ്തത്. അതായത് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് തീർച്ചയായിട്ടും 9th സെഞ്ചുറിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ പരിയാരത്തെ ക്ഷേത്രം ആക്ച്വലി വികസിക്കുന്നത് 9th സെഞ്ചുറിയുടെ അവസാന ഭാഗത്താണെന്നാണ് അനുമാനിക്കുന്നത്. അവിടെ തന്നെ AD 750 കാലഘട്ടങ്ങളിൽ കാലഭൈരവ ആരാധന നടന്നതിന്റെ അവശിഷ്ടങ്ങളുണ്ട്. നായ ശില്പങ്ങൾ, ടെറാക്കോട്ട, സിംഗിൾ കാസ്റ്റിൽ ചെയ്ത മോൾഡ് സിംഗിൾ മോൾഡാണ്. അത്രയേറെ വികസിതമായിട്ടുള്ള ഒരു നഗരം ഇന്ന് കാടുപിടിച്ച് ആർക്കും അറിയാതെ അന്യാധീനപ്പെട്ട് കിടക്കുന്നൊരു മൂകമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലായിരുന്നു. അങ്ങനെ ചുവർ ചിത്രങ്ങളെ പറ്റി പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ചും കൂടി ആഴത്തിൽ പോയപ്പോഴാണ് അവിടെയുള്ള മഹാവിഷ്ണു ശിലാവിഗ്രഹത്തിന്റെ പ്രത്യേകത മനസ്സിലാവുന്നത്. സ്വതവേ നമ്മൾ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നല്ല, ഒരുപാട് മ്യൂസിയങ്ങളിലും ഞാൻ ഫോട്ടോഗ്രാഫറായി വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണമറ്റ പഴയ ശില്പങ്ങളുടെ ഫോട്ടോ ഡോക്യുമെന്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്, നാഷണൽ മ്യൂസിയം ഡൽഹിയിൽ ഉൾപ്പെടെ. പക്ഷെ അവിടെയൊന്നും കാണാത്ത ഒരു പ്രത്യേകത ഇവിടുത്തെ മഹാവിഷ്ണുവിന്റെ വിഗ്രഹത്തിൽ കാണാൻ സാധിച്ചു. ആ മഹാവിഷ്ണു വിഗ്രഹത്തിലെ പൂണൂല് പാദം വരെ ഇറങ്ങി നിൽക്കുന്നു എന്നൊരു പ്രത്യേകത. അത് സാധാരണ വിഗ്രഹങ്ങൾ കാണില്ല. അങ്ങനെ ആ റിസർച്ച് ചെന്നെത്തിയത് തമിഴ്നാട്ടിലെ ബൊമ്മയ്യ പാളയം എന്ന് പറയുന്ന ഒരു നഗരത്തിലാണ്.
ആ കാലഘട്ടങ്ങളിൽ അവിടെ ചെയ്തിരുന്ന മഹാവിഷ്ണു വിഗ്രഹത്തിന് ഈ പൂണൂല് പാദം വരെ ഇറക്കി നിൽക്കുന്ന സ്റ്റൈൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ റിസർച്ച് ചെയ്തപ്പോൾ എത്തിപ്പെട്ടത് ചാലൂക്യ സ്റ്റൈലിലാണ്. ബദാമിയിലെ ശിവ, ഇരിക്കുന്ന ശിവ എന്ന് പറയുന്ന ഒരു പോസ്റ്റർ, സിറ്റിംഗ് ശിവ, ആ ശിവന്റെ കാലില് നാഗബന്ധന രൂപത്തിൽ അന്നത്തെ പൂണൂല് കാണാൻ സാധിക്കും. അതായത് ഈ പൂണൂല്, ഈ താഴെ വെത്തിയിരിക്കുന്ന പൂണൂലിന്റെ തുടക്കം നാഗബന്ധനം എന്ന് പറയുന്ന അതിപൗരാണികമായിട്ടുള്ള ചാലൂക്യ സ്റ്റൈലിന്റെ ഭാഗമായിരുന്നു. ചാലൂക്യ എന്ന് പറയുന്നത് ചോളയിൽ മിക്സ് ആവുന്നു. ചോളയിൽ നിന്ന് അത് ഈ ചേര ഇൻഫ്ലുവൻസോടുകൂടി കണ്ണൂർ വരെ എത്തി. നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ 9th സെഞ്ചുറിയിൽ ഈ കണ്ണൂർ വരെ എത്തിപ്പെട്ടത് കാണാൻ പറ്റും. അതേപോലെ നമ്മുടെ ASIയും അംഗീകരിച്ച ഒരു ലിഖിതമുണ്ട്. അതിൽ പരാമർശിക്കുന്നത് AD 3-ാം നൂറ്റാണ്ടിനടുത്ത് അചലൻ എന്ന് പറയുന്ന ഒരു രാജാവിനോട് സഹായ അഭ്യർത്ഥന ചെയ്തത് ബുദ്ധിസ്റ്റ് ഗുരുക്കന്മാര് അഭ്യർത്ഥിച്ചിട്ട് അചലൻ എന്ന് പറയുന്ന രാജാവ് പശ്ചിമകൊങ്കണ ദേശം എന്ന് പറയുന്ന രാജ്യത്തിന്റെ അധിപനാണ്. അദ്ദേഹത്തോട് കുറെ കലാകാരന്മാരെ ആവശ്യപ്പെട്ടിട്ടാണ് അജന്തയിലെ ചിത്രങ്ങൾ ചെയ്തത് എന്ന് പറയുന്നു. പശ്ചിമകൊങ്കണ ദേശം. ഇത് നമ്മുടെ കേസരി ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇത് ASIയുടെ ഹിസ്റ്റോറിക്കൽ നോട്ടിലുമുണ്ട്, ഇൻസ്ക്രിപ്ഷൻ പ്രകാരം. ഈ പശ്ചിമകൊങ്കണ ദേശം എന്ന് പറയുന്നത് ആന്ധ്രയുടെ താഴ്ഭാഗം മുതൽ ഈ കണ്ണൂർ വരെ ഉൾപ്പെടുന്ന ഭാഗമാണ്. അപ്പോൾ ഒരു പക്ഷേ അനുമാനിക്കുന്നത് ഇവിടെയുള്ള ചിത്രകാരന്മാര് തന്നെയാണ് അജന്തയിലേക്ക് അക്കാലത്ത് പോയത് എന്നും പിന്നീട് ഏതാണ്ട് 8-ാം നൂറ്റാണ്ടോടുകൂടി കാർത്തിവീരാർജുനന്റെ ഫാമിലി, അവരുടെ പരമ്പരയിൽപ്പെടുന്ന വിഭാഗമാണ് ശരിക്കും അന്ന് ഔറംഗാബാദ് ഉൾപ്പെടെയുള്ള റീജിയണിന്റെ രാജാവായിട്ടുണ്ടായിരുന്നത്. കാർത്തിവീരാർജുനന്റെ ഫാമിലിയാണ്. അവർ ശൈവ ആരാധകന്മാരാണ് പരമ്പരകളായിട്ട്. ഇവിടത്തേക്ക് ഗുജറാത്തി ചോള, അതിലെ ഭീമ 1 എന്ന് പറയുന്ന രാജാവ് ആക്രമിക്കുന്നതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭീമ 1 അതിശക്തനായ രാജാവായിരുന്നു. ചോള വളരെ പ്രബലമായിട്ട് സൗത്ത് ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലും എല്ലാ സ്ഥലത്തും പോപ്പുലറായി, നോർത്ത് ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും പോപ്പുലറായിരിക്കുന്ന സമയത്ത് ഈ അറ്റാക്കിനെ പ്രതിരോധിക്കാൻ ഈ കാർത്തിവീരാർജുനന്റെ ഫാമിലിയിൽപ്പെട്ട ഇവർക്ക് പറ്റാത്തപ്പോൾ അവരവിടുന്ന് പലായനം ചെയ്തു എന്നത് വ്യക്തമാണ്. അനുമാനിക്കുന്നത് ഒരുപക്ഷെ അത് എത്തിപ്പെടുന്നത് എവിടെ, ഈ റിസർച്ച് എവിടെ എത്തിപ്പെടുന്ന അറിയില്ല, പക്ഷെ ഒരു ഊഹം മാത്രമാണ്. ഈ മലബാർ ഏരിയയിൽ നിന്ന് കലാകാരന്മാര് അവിടെ പോയതുകൊണ്ട് അവരാണ് പിന്നീട് തിരിച്ച് അങ്ങോട്ടുള്ള റൂട്ട് അറിയുന്നതുകൊണ്ട് തന്നെ അതേ വഴി പിൻപറ്റി ഇരിക്കൂർ വന്ന് സെറ്റിലായി എന്ന് മനസ്സിലാക്കുന്നു. ഇത് ഇരിക്കൂറിലേക്ക് ആദ്യത്തെ സെറ്റിൽമെന്റ് നടന്നു എന്നുള്ളത് വ്യക്തമാണ്. കാർത്തിവീരാർജുനന്റെ ഫാമിലി തന്നെയാണ് പിന്നീട് മൂഷകാസ് ആയിട്ട് മാറുന്നത്. അവര് കോലത്ത് രാജവംശത്തിന്റെ സ്ഥാപകർ. അതെ. അവരുടെ ശൈവ ആരാധനയായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇരിക്കൂറിൽ വന്നപ്പോ പരിയാരം നമ്മുടെ അതും ഇന്നും അവിടെ അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ പൂങ്കോട്ടും കാവിലും ഒരുപാട് നായശില്പങ്ങൾ കാണാൻ പറ്റുമായിരുന്നു. പന്നി നായശില്പങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അത് ഈ കാലഭൈരവ കൾട്ടിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ശൈവ ആരാധന ഇങ്ങനെ ഒരു സ്ഥലത്ത് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ മൂഷകാസിന്റെ ഇൻഫ്ലുവൻസ് ഇവിടത്തേക്ക് ഉണ്ടായിരുന്നു എന്നാണ് അനുമാനിക്കുന്നത്. അപ്പോൾ മൂഷക ചോള ഇതിന്റെ ഒരു മിക്സപ്പിലാണ്, ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിക്കപ്പെടുന്നത് വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു. ഈ മഹാവിഷ്ണുവിന് ചോള പ്രാധാന്യത്തിലും ചേര, ചാലൂക്യ ഈ മൂന്നിന്റെയും ആഭരണങ്ങൾ, ഈ കണ്ഠമാല, പിന്നെ കിരീടത്തിലെ പ്രത്യേകത, കഴുത്തിലെ ഈ ചെവിയിലെ ആഭരണങ്ങൾ, പിന്നെ മുദ്രകൾ, മൊത്തം രൂപത്തെ ചെയ്യുന്ന പ്രത്യേകത, അതിന്റെ അളവ്, ഇത്രയും നോക്കുമ്പോൾ ചോളയാണ് ഏതാണ്ട് 65% മികച്ചു നിൽക്കുന്നത് കാണാൻ പറ്റുന്നത്. പക്ഷെ അതിൽ ചാലൂക്യ, ചേര ശൈലികളും കൂടി ഉണ്ട്. അതായത് ഈ ഒരു വിഗ്രഹം നിർമ്മിക്കുന്ന കാലത്ത് ആ ശില്പിക്ക് നിർദ്ദേശം കൊടുത്ത ആ ചക്രവർത്തിയുടെ ഭാഗമായി ഈ 3 സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു. കാരണം ഒരു ശില്പി ഒരിക്കലും വെറുതെ ഒരു ശില്പം ചെയ്യില്ല, അത് വ്യക്തമാണ്. തീർച്ചയായിട്ടും അവർക്ക് ഒന്നുകിൽ ശ്ലോകരൂപേണ അല്ലെങ്കിൽ അവർക്ക് ഒരു വ്യക്തമായിട്ടുള്ള നിർദ്ദേശം, അതെ, ഇങ്ങനെയാണ് വേണ്ടത്. അതിൽ ഒന്നും കൂടി അനുമാനിക്കുന്നത് തീർച്ചയായിട്ടും ആ ശില്പി മറ്റ് ശൈലികളും വ്യക്തമായി ബോധ്യമുള്ള അറിയുന്ന ശില്പി ആയിരിക്കും. അപ്പൊ അത്രയും പ്രത്യേകതകളുള്ള പ്രകടമായിട്ട് ദർശിക്കാൻ പറ്റുന്ന ഡെപ്പോസിറ്റ്സ് ഉള്ള മണ്ണ് ഇപ്പോഴും മട്ടന്നൂരിലുണ്ട്. തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ആളുകൾ വളരെയധികം അത്ഭുതപ്പെടുന്നുണ്ടാവും. നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ഈ ശിലകൾക്ക് അല്ലെങ്കിൽ ചിതറിക്കിടക്കുന്ന ശിലാവശിഷ്ടങ്ങൾക്ക് പിറകിൽ ഇതുപോലൊരു ഭൂതകാലത്തിന്റെ സമ്പന്നമായ ഒരു സംസ്കാരത്തിന്റെ ചരിത്രമുണ്ട് എന്നുള്ളത് അറിവ് വളരെയധികം കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അഖിലിന്റെ ഈ യാത്ര വളരെ വിജയകരമായിട്ട് ഇനിയും തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് നല്ല സൈറ്റുകൾ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ വളരെ സമ്പന്നമായ ഗതകാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കെന്ന് പറഞ്ഞാൽ ആ കാലത്തെ അടയാളപ്പെടുത്താനുള്ള ഒരു ശ്രമം വിജയകരമാവട്ടെ എന്നുള്ള ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ
ചർച്ച ഇവിടെ ഉപസംഹരിക്കാം. തീർച്ചയായിട്ടും. താങ്ക് യു. കാലത്തിന് മുതൽക്കൂട്ടായി മാറിയ പഠന മേഖലകളെക്കുറിച്ചും അവയുടെ അനുഭവങ്ങളെക്കുറിച്ചും വർത്തമാനകാലത്തിലെ ചരിത്രത്തിന്റെ ശേഷിപ്പുകളെക്കുറിച്ചും ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് ഐക്കണോഗ്രഫിസ്റ്റായ അഖിൽരാജാണ്.